ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ബ്രെഡും ചിക്കനും വെച്ചിട്ടൊരു സ്നാക്കാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നോമ്പിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. ഈ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്ന നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് എടുത്ത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് ഈ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലകളൊക്കെ ചിക്കനിലേക്ക് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു പകുതി വേവായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂൺ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഒരു പകുതി വേവായതിന് ശേഷമാണ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു സബോള ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സബോള ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ചെറിയ പീസുകളാക്കിയത് കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ആ സബോളൊക്കെ ഒന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ വെന്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ക്യാപ്സിക്കാണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ഒന്നും കൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം ഒന്ന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോവരുത്, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് മയോണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് ഈ ചിക്കൻ്റെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം മിക്സാക്കി എടുക്കാനായിട്ട്. ഇനി ബാക്കി വന്ന മയോണൈസിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഒരു പാത്രം ഉപയോഗിച്ച് നമുക്ക് ബ്രെഡ് ഒന്ന് റൗണ്ടനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി സൈഡ് ഭാഗത്ത് ഉള്ള ബ്രെഡ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ അത് നിങ്ങൾ കളയണ്ട, നിങ്ങൾക്കത് പിന്നീട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി കട്ട് ചെയ്ത് വെച്ച ബ്രെഡിലേക്ക് മയോണൈസ് തേച്ച് കൊടുക്കണം. അപ്പോൾ ഒരു 2-3 സ്പൂൺ എടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ്റെ ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാതും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കണം. ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതാ എല്ലാത്തിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ അതാ ചീസൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്, നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.